ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുൻപും പുഡിങ്ങിൻ്റെ റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ അത് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുഡിങ്ങിൽ ബ്രെഡ്, ബിസ്ക്കറ്റ്, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. ഇത് തന്നെ നിങ്ങൾക്ക് പല രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ഞാനിവിടെ എടുത്തത് ബ്രെഡ് സ്ലൈസസ് കുറച്ച് എടുത്തിട്ടുണ്ട്, അതുപോലെ ടീ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കസ്റ്റാർഡിൻ്റെ മിക്സ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതുണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ പൈനാപ്പിൾ കുറച്ച്, പിന്നെ പൈനാപ്പിളിൻ്റെ സിറപ്പ്, അതുപോലെ പിന്നെ ബനാനയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ വിപ്പിംഗ് പൗഡറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ വിപ്പിംഗ് പൗഡറിൻ്റെ സൈഡിലായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ അതിൽ ഒരു പാക്കിന് 110 ml പാലാണ് ഉപയോഗിക്കാൻ വേണ്ടി അതിൽ പറയുന്നത്. പക്ഷെ നമ്മളത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ലൂസായി പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ചിട്ടാണ് പാലെടുക്കാറ്. സാധാരണ ഞാൻ എപ്പോഴും ഒരു 80 ml അല്ലെങ്കിൽ 60 ml അങ്ങനെയൊക്കെ പാലാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം കിട്ടും ആ രീതിയിൽ അടിച്ചെടുത്താൽ. അതുപോലെ നല്ല തണുത്ത പാലായിരിക്കണം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡ്സൊക്കെ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ കുറച്ച് നേരം വെച്ചാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി മധുരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം കൂടി ബീറ്റ് ചെയ്താൽ നമ്മളുടെ വിപ്പിംഗ് ക്രീം റെഡിയായി. ഇനി നമുക്ക് പൈനാപ്പിൾ റെഡിയാക്കി എടുക്കാം. പൈനാപ്പിൾ ഡെക്കറേഷനും അതുപോലെ പൈനാപ്പിൾ സിറപ്പിനും വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതേ പ്രകാരം തന്നെ നമുക്ക് സ്ട്രോബെറിയും റെഡിയാക്കി എടുക്കാം. പൈനാപ്പിളിൻ്റെ പകരം സ്ട്രോബെറി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. ആ പുഡിങ്ങും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് പൈനാപ്പിൾ, കുറച്ച് ഷുഗർ, അതുപോലെ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നമുക്ക് സിറപ്പും കിട്ടും, അതുപോലെ പൈനാപ്പിൾ വെന്ത് കിട്ടും. ഇനി ഇതേ പാനിൽ തന്നെ ഞാൻ ബദാം ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. അതും ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി അടുത്തത് കസ്റ്റാർഡ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അത് ഞാനിവിടെ 80 ml പാലാണ് എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക. അതുപോലെ 3 ടേബിൾ സ്പൂണ് ഷുഗറും. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വേവിക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വേവിക്കണം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് എൻ്റെ പുഡിങ് ട്രേ ചെറുതായിരുന്നു, അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പുഡിങ് ട്രേ വലുതാണെങ്കിൽ അതിനനുസരിച്ച് വിപ്പിംഗ് ക്രീം, അതുപോലെ കസ്റ്റാർഡ് മിക്സ് എല്ലാത്തിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. പിന്നെ ബ്രെഡിന് മുകളിലായിട്ട് പൈനാപ്പിൾ സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കസ്റ്റാർഡ് മിക്സ്. പിന്നെ അതിന് മുകളിൽ കുറച്ച് ബനാന ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ബനാന ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ലെയർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിന് പകരം നമുക്ക് സ്ട്രോബെറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൈനാപ്പിൾ തന്നെ ഈ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാം. അടുത്തത് ബിസ്ക്കറ്റ് ലെയർ ചെയ്യാണ്. ബിസ്ക്കറ്റ് കുറച്ച് പാലെടുത്തിട്ട് അതിൽ മുക്കി ഓരോന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കാണുന്നത്, പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് സെറ്റാവും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പൈനാപ്പിൾ വിതറി, അതുപോലെ ബദാമും, അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു ഫ്രിഡ്ജിൽ നമ്മളൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. പൈനാപ്പിൾ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അതുപോലെ ഇതിന് പകരം നിങ്ങൾക്ക് സ്ട്രോബെറി ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.